വിഷം കഴിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന കഠിനംകുളം കൊലപാതക കേസ് പ്രതി ജോൺസൺ ഔസേപ്പിന് ആശുപത്രി വിടും. ഡിസ്ചാർജ് ആയ ശേഷം പ്രതിയെ കഠിനംകുളത്തേക്ക് കൊണ്ടുപോകും. ഹോംനെസ്സായി ജോലി ചെയ്തിരുന്ന കോട്ടയം കുറിച്ചിയിലെ വീട്ടിൽ നിന്നാണ് ജോൺസനെ പോലീസ് പിടികൂടിയത്. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, ഇനി തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഈ തെളിവടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ടാകുമോ? എങ്ങനെയാണ് കരുതുന്നത്? ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അതിന് നിലവിൽ പ്രതി ജോൺസൺ ഔസേപ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. മിനിഞ്ഞാന്ന്, അതായത് കഴിഞ്ഞ മുന്നിലത്തെ ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ജോൺസനെ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത്. താൻ പിടിക്കപ്പെട്ടതിന് ശേഷം അയാൾ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത്. തുടർന്ന് 48 മണിക്കൂർ അയാളെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. ആ 48 മണിക്കൂർ ഇന്ന് പൂർത്തിയാകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ജോൺസനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവുക. തുടർന്ന് കഠിനംകുളം പോലീസ് നേരെ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രതിയെ കൊണ്ടുപോയതിനു ശേഷമായിരിക്കും ബാക്കി ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, തെളിവെടുപ്പ് അടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഈ ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയാകുക എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഒപ്പം ഈ അറസ്റ്റിന്റെ ബാക്കി നടപടികളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ മജിസ്ട്രേറ്റ് നേരിട്ട് ആശുപത്രിയിൽ എത്തിക്കൊണ്ട് ബാക്കി തുടർ നടപടികൾ, ഈ കേസിന്റെ നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പോലീസ് ഈ പ്രതിയുടെ മൊഴിയെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മൊഴിയെടുപ്പിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വെഞ്ഞാറമൂട്ടിലെ ആതിരയുടെ വീട്ടിലെത്തിയത്, അതിനുശേഷം കൊല നടത്തിയ രീതിയൊക്കെ തന്നെ പ്രതി കൃത്യമായിട്ട് പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആതിരയുമായിട്ട് ഏറെ നാളായിട്ട് അടുപ്പത്തിലായിരുന്നുവെന്നും തന്നോടൊപ്പം ഇറങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് ആതിര വിസമ്മതിച്ചതോടു കൂടിയിട്ടാണ് കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകം നടത്താൻ തീരുമാനിച്ചത് എന്നുള്ള മൊഴിയാണ് പ്രധാനമായിട്ടും ജോൺസൺ പോലീസിന് നൽകുകയുണ്ടായത്. ഒപ്പം ആതിരയുടെ ഭർത്താവും കുട്ടിയും വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ആതിരയുടെ വീട്ടിൽ താൻ കയറിയതെന്നും അതിനുശേഷം കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ടേക്ക് പോയതെന്നും കത്തിയടക്കം കയ്യിൽ കരുതിക്കൊണ്ടാണ് ആതിരയുടെ വീട്ടിലെത്തിയതെന്നും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ലൈംഗിക ബന്ധത്തിൽ ആതിരയുമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആതിരയുടെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരവും പ്രതി പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തന്റെ വസ്ത്രം മുഴുവൻ ചോര പുരണ്ടിരുന്നു. ആ ഷർട്ട് മാറ്റി ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ഇട്ടിട്ടാണ് പ്രതി കൊലപാതകത്തിന് ശേഷം വീടിന് പുറത്തേക്ക് പോയത്. തുടർന്ന് ആതിരയുടെ സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ വരെ പോയത്. റെയിൽവേ സ്റ്റേഷനിൽ സ്കൂട്ടർ ഉപേക്ഷിച്ചതിന് ശേഷമാണ് പ്രതി തിരുവനന്തപുരത്ത് നിന്നും നാടുവിടുകയുണ്ടായത്. തുടർന്ന് കഴിഞ്ഞ ദിവസം കോട്ടയം കുറിച്ചിയിൽ അയാൾ നേരത്തെ ജോലി ചെയ്തിരുന്ന വീട്ടിലെത്തി. അവിടെ അയാളുടെ പഴയ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് എടുക്കുന്നതിന് വേണ്ടി വന്നിരുന്നതാണ്. അവിടെ അയാൾ ഹോം നേഴ്സായിട്ട് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ജനുവരി 7-ാം തീയതി വരെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വസ്ത്രം എടുക്കുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് ചിങ്ങവനം പോലീസ് ജോൺസനെ പിടികൂടിയത്. ആ വീട്ടുകാരുടെ കൃത്യമായിട്ടുള്ള ഒരു സമയോചിതമായിട്ടുള്ള ഇടപെടൽ അതിലുണ്ടായിരുന്നു. ഈ വാർത്തയിലൂടെ ജോൺസനെ തിരിച്ചറിഞ്ഞ വീട്ടുകാർ കൃത്യമായിട്ട് അയാൾ വീട്ടിലെത്തിയ സമയത്ത് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് ചിങ്ങവനം പോലീസ് പെട്ടെന്ന് സ്ഥലത്തെത്തിക്കൊണ്ട് അയാളെ പിടികൂടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതിനുശേഷമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് അയാൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്തായാലും ഇന്ന് അതിന്റെ ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം കഠിനംകുളം പോലീസ് ഇപ്പോൾ കോട്ടയത്ത് തുടരുന്നുണ്ട്. കഠിനംകുളം പോലീസ് നേരെ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രതിയെ കൊണ്ടുപോയതിനു ശേഷമായിരിക്കും കേസിന്റെ തെളിവെടുപ്പടക്കമുള്ള തുടർ നടപടികൾ നടക്കുന്നുണ്ടാവുക. ആതിര. ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.